തേൻകണി യാത്ര നടത്തുന്ന വി ഡി സതീശനോട് ജനങ്ങൾക്കുള്ള ചോദ്യം. പ്രിയമുള്ളവരെ, ഫെബ്രുവരി 6 മുതൽ മാർച്ച് മാസം 6-ാം തീയതി വരെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു യാത്ര നടത്തുകയാണ്. പുതിയുഗ യാത്ര എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. പക്ഷേ കേരളത്തിലെ ജനങ്ങൾ ഈ യാത്രയ്ക്ക് ചാർത്തിക്കൊടുത്തിരിക്കുന്ന പേര് തേൻകണി യാത്ര എന്നാണ്. കാരണം നമുക്കറിയാം, കാലാകാലങ്ങളായി തിരഞ്ഞെടുപ്പ് എടുക്കാറാകുമ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ ഇതുപോലെയുള്ളൊരു യാത്രകൾ നടത്താറുണ്ട്. അത് ക്ലീഷേ, കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ. ഇത്തവണയും അതിനൊരു മുടക്കമില്ല. വി ഡി സതീശന്റെ നേതൃത്വത്തിൽ ഇപ്രകാരം ഒരു യാത്ര നടത്തുകയാണ്. സാധാരണഗതിയിൽ ഇത്തരമൊരു യാത്ര സംഘടിപ്പിക്കുമ്പോൾ അതിനൊരു പ്രഖ്യാപിത ലക്ഷ്യം കാണും. കേരളത്തിലുള്ള, അതായത് 10 വർഷം പിണറായി ഭരണത്തിൽ മനമെടുത്തിരിക്കുന്ന ജനങ്ങൾക്കൊരു പ്രതീക്ഷ, ഒരു പ്രത്യാശ നൽകുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു ആശയത്തോടെ ആവണമായിരുന്നു ഇപ്രകാരം ഒരു യാത്ര നടത്തേണ്ടിയിരുന്നത്. എന്നാൽ പ്രതിപക്ഷ നേതാവിൻ്റെ ഈ യാത്രയുടെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തെ വി ഡി സതീശനിലേക്ക് ഒതുക്കുക, ചുരുക്കുക എന്നത് മാത്രമാണ്. നമുക്കറിയാം, 3-ാം തുടർഭരണം പ്രതീക്ഷിച്ച് ഇടതു സർക്കാർ വലിയ ക്യാമ്പയിൻ ആരംഭിച്ചു കഴിഞ്ഞു. അവർ വളരെ ലളിതമായി സാധാരണക്കാരുടെ മനസ്സിലേക്കും അവർ ചെയ്ത ആ നേട്ടങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി കൃത്യമായ ക്യാമ്പയിൻ അവർ ആരംഭിച്ചു കഴിഞ്ഞു. എന്നാൽ നിങ്ങൾ നോക്കുക, വി ഡി സതീശന്റെ ഈ തേൻകണി യാത്ര എന്ന് പറയുന്നത് പരിഹാസ്യരാകുന്ന, ഇവർ സ്വയം പരിഹാസ്യരാകുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണുവാൻ സാധിച്ചത്. പല സ്ഥലങ്ങളിലും വളരെ ശുഷ്കിച്ച ജനാവലിയെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇവർക്കിടയിൽ ഐക്യമില്ല, തമ്മിൽ തല്ലാണ്, ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് ഇല്ല എന്ന ആ സന്ദേശം, ആ വായ്ത്താരി അരക്കിട്ടുറപ്പിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് ഈ യാത്രയിൽ ഉടനീളം കാണുവാൻ സാധിക്കുന്നത്. 1 മാസക്കാലം എന്ന് പറയുന്നത് വളരെ സുപ്രധാനമായ ഒരു സമയമാണ്. അതും നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതുക്കൽ എത്തി നിൽക്കുമ്പോൾ യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ, പ്ലാനിങ്ങുമില്ലാതെ, സ്ട്രാറ്റജിയുമില്ലാതെ നടത്തുന്ന ഒരു യാത്ര. നമുക്കറിയാം, ഇന്നത്തെ പത്രം എടുത്ത് നോക്കിയാൽ തന്നെ നമുക്കറിയാം, ഈ ദിവസങ്ങളിലെ വാർത്തകൾ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സർക്കാരിൻ്റെ നവകേരള സർവേ നിർത്തലാക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കാരണം പൊതു ഖജനാവിൽ നിന്നുള്ള പണമെടുത്ത് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനം പാടില്ല എന്ന് ഹൈക്കോടതി ശക്തമായ താക്കീത് നൽകിയിരിക്കുകയാണ്. ഓർക്കുക, ഈ നവകേരള സർവേ എന്നും പറഞ്ഞ് നാളുകളായി സഖാക്കന്മാർ വീടുകൾ തോറും കയറിയിറങ്ങിയാണ്. യഥാർത്ഥത്തിൽ അവരുടെ ഇലക്ഷൻ ക്യാമ്പയിനാണ്. ഖജനാവിലെ പണമെടുത്ത് ഇലക്ഷൻ ക്യാമ്പയിനാണ് നടത്തുന്നത്. ഇപ്രകാരം ഒരു സർവേക്ക് PRDക്ക് മാത്രം കൊടുത്തിരിക്കുന്നത് 20 കോടി രൂപയാണ്. ആ ഫണ്ട് അലൊക്കേഷൻ വരെ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് കോടതി. ഇതിനെതിരെ ശക്തമായ ഒരു പൊതുബോധം ഉണർത്തുവാൻ, അതിനെതിരെ പ്രതികരിക്കുവാൻ പ്രാപ്തിയുള്ള ആ യുവനേതാക്കന്മാരെ എല്ലാം ഈ നാണംകെട്ട വി ഡി സതീശൻ തേൻകണിയിൽ കുടുക്കി പെടുത്തിയിട്ടിരിക്കുകയാണ്. അതിനെതിരെ ശബ്ദിക്കുവാൻ കഴിവുള്ള ഒരു യുവനേതാവ് പോലും ഈ പാർട്ടിയിലില്ല എന്ന് ഓർക്കണം. അതുപോലെ ഖജനാവിലെ പണമെടുത്താണ് ഇടതുപക്ഷത്തിൻ്റെ ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, കേരളത്തിലെ സകല ഹോർഡിങ്ങുകളും ഇടതുപക്ഷം എടുത്തു കഴിഞ്ഞു. സകല ചുമരുകളും അവർ എഴുതി കഴിഞ്ഞു. സകല KSRTC ബസ്സുകളിലും ഈ ഇടതുപക്ഷത്തിൻ്റെ ഒരു 3-ാം മൂഴം അവർ പ്രതീക്ഷിച്ചുകൊണ്ട് നടത്തുന്ന ക്യാമ്പയിനുകളാണ്. ഓർക്കുക, ഖജനാവിലെ പണമെടുത്തുകൊണ്ടാണ്. ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പിണറായിയുടെ അടിമ ഇതിനെതിരെ ഒരു അക്ഷരം പോലും മിണ്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമം, ആ അയ്യപ്പ സംഗമത്തിൽ നടത്തിയ തീവെട്ടിക്കൊള്ളകളെ കുറിച്ചുള്ള വിവരങ്ങളാണ്, ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതിനെതിരെ ശക്തമായി ഒന്ന് പ്രതിഷേധിക്കുവാൻ, ഒരു സമരം നടത്തുവാൻ പോലും ശേഷിയില്ലാത്ത ഒരു പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷവും. അതുപോലെ ശബരിമലക്കൊള്ള നടത്തിയ ആ തന്ത്രിമാർക്കും ആ തീവെട്ടികൾക്കുമെല്ലാം ജാമ്യം ലഭിച്ചു. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ആ SIT അന്വേഷണം നടത്തിയെങ്കിൽ പോലും കുറ്റപത്രം നൽകുവാൻ അവർക്ക് സാധിച്ചില്ല. മനഃപൂർവ്വം
കുറ്റപത്രം വൈകിപ്പിച്ച് ആ കാട്ടുകള്ളന്മാർക്ക് പുറത്തിറങ്ങുവാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. ഇതിനെതിരെയും ഈ പ്രതിപക്ഷത്തിന് ഒരു ശക്തമായ പ്രതിഷേധമുണ്ടാക്കുവാൻ സാധിച്ചില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ബാറുകളുടെ വിഷയത്തിൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 29 ബാറുകളായി ഘട്ടം ഘട്ടമായി ഒരു മദ്യ നിരോധനം ലക്ഷ്യമാക്കി 29 ബാറുകളാക്കി കുറച്ചു കൊണ്ടുവന്നത് ഇന്ന് ഈ 10 വർഷം കൊണ്ട് പിണറായി സർക്കാർ 1000-ഓളം ബാറുകളും 289 ബെപ്കോ ഔട്ട്ലെറ്റുകളും കേരളത്തിൽ തുറന്നിരിക്കുകയാണ്. ഇന്നിതാ വളരെ തിടുക്കപ്പെട്ട് 13-ാം തീയതി ഒരു പ്രപ്പോസൽ വരുന്നു, 17-ാം തീയതി ജിയോ ഇറങ്ങുന്നു. ബാറുകളുടെ സമയം പുനഃക്രമീകരിച്ചുകൊണ്ട് 10 മുതൽ 12 വരെ. 5 സ്റ്റാർ ഹോട്ടലുകൾക്ക് പണം അടച്ചു കഴിഞ്ഞാൽ 5 ലക്ഷം അധികം കൊടുത്തു കഴിഞ്ഞാൽ 24 മണിക്കൂറും പ്രവർത്തിക്കാവുന്ന അനുമതി. ഇപ്രകാരം കേരളത്തെ മദ്യത്തിൽ മുക്കിക്കൊല്ലുന്ന ഒരു നയത്തിലേക്ക് പോകുമ്പോഴും എവിടെയോ നിന്ന് മൈക്കുകളുടെ മുന്നിൽ PR ഏജൻസികൾ എഴുതി കൊടുക്കുന്ന വായ്ത്താരി പാടുവാൻ മാത്രമേ ഈ പ്രതിപക്ഷത്തിന് കഴിയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കണം, പിണറായിയുടെ ഒരു ചെരുപ്പ് നക്കിയായി, ഒരു അടിമയായി, വരിയുടച്ച വണ്ടിക്കാളകളായി അതപ്പതിച്ച ഒരു ശേഷിയില്ലാത്ത പ്രതിപക്ഷമാണ് ഈ നാടിൻ്റെ ശാപം എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ ഒരു ശക്തനായ പ്രതിപക്ഷ നേതാവ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു കരുത്തനായ ഒരു പ്രതിപക്ഷ നേതൃനിരയുണ്ടായിരുന്നുവെങ്കിൽ ഇതുപോലെയൊന്നും കേരളത്തിൽ സംഭവിക്കില്ലായിരുന്നു. ഒരു നാഥനില്ലാത്ത അവസ്ഥ. പിണറായി സർക്കാരിന് തേർവാഴ്ച നടത്തുവാൻ പറ്റാവുന്ന ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തത് ഈ കഴിവുകെട്ട ഈ VD സതീശനും കോൺഗ്രസ് പാർട്ടിയുമാണെന്ന് പ്രിയമുള്ളവരെ നമ്മൾ തിരിച്ചറിയണം. ഇവന്മാരാണ് പുതുയുഗയാത്ര എന്നും പറഞ്ഞ് ഈ പ്രഹസനവുമായി നടക്കുന്നത് എന്ന് ഓർക്കണം. ഇത്രയും ഗുരുതരമായ വിഷയങ്ങൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഇവിടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നോക്കുകുത്തിയായി മാറുന്നു. ഇന്ന് തന്നെ 2-3 പേർ ഭക്ഷ്യ വിഷബാധ മൂലം മരിച്ചു. ഇവിടെ ഒരു ഭക്ഷ്യസുരക്ഷാ വകുപ്പോ അവരുടെ പരിശോധനകളോ ഒന്നും നടക്കുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് അത്. അതുപോലെ സംസ്ഥാനത്ത് ഓരോ ദിവസവും 1000 കിലോ കഞ്ചാവും മയക്കുമരുന്നുകളുമാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു പരിധിയുമില്ലാതെ സംസ്ഥാനത്തേക്ക് രാസലഹരിയും കഞ്ചാവും അടക്കം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ നിയന്ത്രിക്കുവാൻ പറ്റുന്ന യാതൊരു സംവിധാനവും ഇവിടില്ല. അപ്രകാരം ഒരു കുത്തഴിഞ്ഞ അവസ്ഥയിലേക്ക് നമ്മുടെ യുവജനത, നമ്മുടെ കുഞ്ഞുങ്ങൾ മയക്കുമരുന്നിന് അടിമയായി പോകുന്ന ഒരവസ്ഥ, മയക്കുമരുന്ന് യഥേഷ്ടം ഇവിടെ ലഭിക്കുന്ന അവസ്ഥ, പാർട്ടി നേതാക്കന്മാർ തന്നെ ഇതിൻ്റെ ഡീലേഴ്സ് ആകുന്ന അവസ്ഥ. അതുപോലെ മുക്കിന് സ്പാകൾ എന്ന പേരിൽ വ്യഭിചാരശാലകൾ കൂണുപോലെ ഇവിടെ പ്രവർത്തിക്കുന്നു. ഇതിനെ ഒന്നും നിയന്ത്രിക്കുവാൻ ഇവിടെ ആരുമില്ല. പോലീസുകാരാണ് പലതും നടത്തുന്നത് എന്ന ആ ഞെട്ടിക്കുന്ന സത്യം നമ്മൾ ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. ഇതിനെയൊന്നും പ്രതികരിക്കുവാനോ പ്രതിഷേധിക്കുവാനോ ഇവിടെ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരന്മാരോ ഒരു കോൺഗ്രസ് നേതാക്കന്മാരോ ഒരു പ്രതിപക്ഷമോ ഇല്ല എന്ന ആ നഗ്നസത്യം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. അതുപോലെ ഡോക്ടർമാരുടെ സമരം തുടരുകയാണ്. അതുപോലെ സർക്കാർ സംവിധാനങ്ങളിലെ, സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ പിഴവ് മൂലം കുഞ്ഞുങ്ങൾ മരിക്കുന്നു, രോഗികൾ മരിക്കുന്നു, ചികിത്സാ പിഴവുണ്ടാകുന്നു, സർജറി പിഴവ് മൂലം ജനങ്ങൾ മരിച്ചു ജീവിക്കുന്നു. ഇത്രയും പ്രതിസന്ധി ആരോഗ്യമേഖല വെന്റിലേറ്ററിലായിട്ടും അതിനെതിരെ പ്രതികരിക്കുവാനുള്ള ഒരു സംവിധാനമോ ഒരു പ്രതിപക്ഷമോ ഇവിടെ ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിലെല്ലാം ഉപരി ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ പുകലുകൾ ഇവർ ഇവിടെ നടത്തിയെന്ന്. ആരെയൊക്കെ കൊണ്ട് ശബരിമലയിൽ കയറ്റാൻ നോക്കിയെന്ന് കണ്ടു. ഇപ്പോൾ ഇതാ തെരഞ്ഞെടുപ്പ് എടുക്കാറായപ്പോൾ ഇവർ അത് കടകം പറഞ്ഞിരിക്കുകയാണ്. നിലപാടിൽ മാറ്റം വരുത്തി വോട്ട് ചോരുമെന്ന് പേടിച്ച് ഇടതുപക്ഷം നിൽക്കുകയാണ്. ഈ പരിഹാസ്യമായ ഈ നടപടിക്കെതിരെ പ്രതികരിക്കുവാൻ ഇവിടെ ഒരു പ്രതിപക്ഷമില്ല. അതുപോലെ ഈ പ്രതിസന്ധികൾക്കിടയിലും KSRTCയിൽ ബസ്സുകൾ വാങ്ങിക്കൂട്ടുന്നു, പോലീസുകാർക്കെന്ന പേരിൽ വാഹനങ്ങൾ വാങ്ങിക്കൂട്ടിക്കുന്നു. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള അഴിമതികളെക്കുറിച്ച് ഇവർ ആരും കാണുന്നില്ല. അതുപോലെ കിഫ്ബിയുടെ മറവിൽ നടത്തുന്ന തീവട്ടിക്കൊള്ളകൾ, ഈ VD സതീശൻ എന്ന് പറയുന്ന അധമൻ, അവന് കൃത്യമായ പങ്ക് ലഭിക്കുന്നത് കൊണ്ടാണ് ഈ വിഷയങ്ങളിലൊന്നും ഇടപെടാതെ പോകുന്നത്. ഇപ്പോഴും ഇവന്മാർ ശ്രമിക്കുന്നത് ഒരു സൈഡിലൂടെ ഈ യാത്ര നടത്തുമ്പോഴും ഓരോ ദിവസവും രാഹുലുമായി ബന്ധപ്പെട്ട വിഷയം ആളി കത്തിക്കുവാൻ, രാഹുലിൻ്റെ ബലപരിശോധന നടത്തി, രാഹുലിൻ്റെ തൂക്കുകെട്ട പരിശോധിച്ചു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകൾ ഇവൻ്റെ തന്നെ PR ഏജൻസികൾ പടച്ചുവിട്ട് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുവാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരഞ്ഞെടുപ്പിൻ്റെ ആ ദിവസം വരെ രാഹുലിനെ വേട്ടയാടുവാനുള്ള ശ്രമങ്ങളാണ് ഇവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, നിങ്ങൾ ചിന്തിക്കണം.
ഇത്രയും ഈ അധമന്മാരെ നമ്മൾ തിരഞ്ഞെടുക്കണോ വേണ്ടയോ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുവാനുള്ള സമയമാണ്. വി.ഡി. സതീശൻ എന്ന് പറയുന്ന നരാധമനെ യാതൊരു കാരണവശാലും പറവൂരിൽ നിന്ന് കെട്ടിവെച്ച കാശ് പോലും ലഭിക്കാതെ തോൽപ്പിക്കണമെന്ന ഒരു നിലപാടിലാണ് കേരളത്തിലെ ആ ജനങ്ങൾ മുഴുവനും നിൽക്കുന്നത്. വി.ഡി. സതീശൻ കേരളത്തിലെ ജനങ്ങളോട് പറയണം, നിങ്ങൾക്ക് എന്ത് സ്ലോഗനാണ് മുന്നോട്ട് വെക്കാനുള്ളത്? ക്ലാരിറ്റി ഇല്ല. ഈ യാത്രയുടെ പരിസമാപ്തി വരുമ്പോൾ എന്ത് ലക്ഷ്യം ഇയാൾ നേടും? ഒന്നും നേടില്ല. സുപ്രധാനമായ ആ ഒരു വിഷയങ്ങളിലും ഇടപെടാതെ ഇയാളുടെ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് അത് ഉറപ്പിക്കുവാനുള്ള ശ്രമത്തിലാണ് നടത്തുന്നത്. ടീം UDF എന്ന് പറഞ്ഞ് പോകുമ്പോഴും ഇത് വെറും ടീം കേക്കച്ചനായി അതപ്പതിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. പരിഹാസ്യരായി ഈ കഴിവില്ലാത്ത പ്രതിപക്ഷത്തെ നോക്കി ജനങ്ങൾ വിലപിക്കുകയാണ്. അതുകൊണ്ട് ഒരു ബദൽ സംവിധാനം ഇവിടെ ഉണ്ടായേണ്ടിയിരിക്കുന്നു. രാഹുലിനെ നമുക്കറിയാം, ഇപ്പോൾ 128-ാം ദിനമാണ്. രാഹുലിന് നീതി തേടിയുള്ള ആ മിഷൻ 250യുടെ 128-ാം ദിനമാണ് ഇന്ന്. ഈ കേക്കച്ചൻ ഒരു സൈഡിലൂടെ ഈ തേൻകണി യാത്ര നടത്തുമ്പോഴും മറു സൈഡിലൂടെ രാഹുലിനെതിരെയുള്ള വേട്ട തുടരുകയാണ്. രാഹുൽ ശക്തനായി പുറത്തേക്ക് വരണം, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായോ അതല്ലെങ്കിൽ ഒരു പുതിയ കോൺഗ്രസ് സംവിധാനം രൂപീകരിച്ച് മത്സരിക്കുകയോ ചെയ്യണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. അവർ ആ പ്രതികരണം ഞങ്ങളെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകർ ഇനി കേൾക്കുവാൻ പോകുന്നത് i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിലേക്ക് ലഭിച്ച പ്രതികരണങ്ങളാണ്. i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, ജനങ്ങളുടെ പ്രതികരണങ്ങൾ. ഞാൻ രാജകുമാരി എന്നാ വിളിക്കണേ. എന്റെ പേര് അന്നമ്മ വർഗീസ്. സാറേ, ആ രാജുവിനെ ഞാൻ 4 പ്രാവശ്യം വിളിച്ചു. എനിക്ക് സങ്കടമുണ്ട്. ഞാൻ പള്ളിയിൽ ഇഷ്ടം പോലെ വഴിപാട് കഴിച്ചു. ഞാൻ കൂമ്പമ്പാറ പള്ളിയിൽ പോയി വഴിപാട് കഴിച്ചിട്ട് വന്നപ്പോ എന്നോട് പറഞ്ഞു രാഹുൽ ജയിലിൽ നിന്ന് ഇറങ്ങിയെന്ന്. അപ്പൊ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ പള്ളിയിലൊക്കെ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ MLA വിളിച്ച് പറയാന്ന് ഓർത്തിട്ട് 4 പ്രാവശ്യം വിളിച്ചു. അതിന്റെ അമ്മയാണെങ്കിലും ഒന്ന് എടുത്തെങ്കിൽ മതിയാവും. ഞാനും ഈ അമ്മമാര് കഴിയുമ്പോൾ ഞാൻ ഈ രാജകുമാരിയിൽ ഇരുന്ന് കണ്ടിട്ടില്ല. ഈ വീഡിയോ കാണാനല്ലാതെ കണ്ടിട്ടില്ല. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ പിള്ളേരുടെ കാര്യത്തില്. അവൻ ഇനി ഒന്നിനും തോറ്റുകൂടാതെ അവൻ ഈ രാഹുലിന് വേണ്ടി ഞാൻ ഒരുപാട് അമ്മമാര് പറയുന്നത് എല്ലാം ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാം കേൾക്കുന്നുണ്ട്. മുക്കാൽ സമയം ഞാനൊരു യാക്കോച്ചുകാരത്തി തള്ളയാണ്. അപ്പൊ ഞാൻ ഈ പ്രാർത്ഥനയും പാട്ടും എല്ലാം കേട്ടോണ്ടിരിക്കണത്. ഞാൻ ആ ഫോണിൽ വിളിക്കണില്ല. ഞാൻ എന്റെ ചെറിയൊരു ഫോണിലാണ് വിളിക്കണത്. അപ്പൊ ഞാൻ പാട്ടൊക്കെ സമയത്ത് കേട്ട് ഇത് മൊത്തം നേരം ഞാനത് കേൾക്കുമായിരുന്നു. അവിടെ ആ പെണ്ണ് പറയുന്നത് മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അവൻ ആ മൂലയ്ക്ക് കയറി ഇരിക്കട്ടെ, അതാ ഞാൻ പറഞ്ഞു. അവൻ ഇങ്ങനെ തുടങ്ങിയ ആ MLA സ്ഥാനം കളയാതെ ആ പയ്യനോട് സ്വതന്ത്രനായിട്ട് മത്സരിക്കാം. ഈ കാണാൻ ജനങ്ങൾ മുഴുവൻ അവന് വോട്ട് ചെയ്യുമല്ലോ. ഞാനിപ്പോ രാജകുമാരിയാണെങ്കിലും ഞങ്ങളുടെ ഇവിടെ ഞാൻ പ്രാർത്ഥിച്ചു, നല്ല രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ആ കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടുമില്ല, മിണ്ടിയിട്ടുമില്ല. എന്നാലും ഞാൻ ഇന്നലെ 4 പ്രാവശ്യം എന്റെ നമ്പർ എവിടുന്നോ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്നവരുടെ നമ്പർ കാണിച്ചു തന്നു. അത് ഞാൻ എഴുതിയെടുത്തിട്ട് ഞാൻ ഇന്നലെ 4 പ്രാവശ്യം ഈ സമയത്ത് 4 പ്രാവശ്യം അപ്പൊ ഇങ്ങനെ വിളിച്ചു, എടുത്തില്ല. സാറിന്റെ സാറ്റ് കണ്ടെങ്കിലും ഇവരെല്ലാം കാണുന്നുണ്ടല്ലോ, ആ ചെറുക്കന് ഇതെല്ലാം അറിയുന്നുണ്ടല്ലോ. എന്നിട്ട് ഇവൻ മറ്റുള്ളവരുടെ കീഴിൽ നിന്നുകൊണ്ട് ഈ രമേശും സ്വദേശിനൊക്കെ കാണിക്കുന്ന പരിപാടിയിൽ അവൻ പെട്ടുപോകാതെ ആ കുഞ്ഞിനോട് എന്റെ അമ്മേനെ ഓർത്തെങ്കിലും അവൻ സ്വതന്ത്രനായിട്ട് നിൽക്കാൻ പറയാനാണ് സാറേ ഞാൻ വിളിച്ചത്. എനിക്ക് നല്ലൊരു വിഷമമുണ്ട്. ഞാൻ ഈ രാജകുമാരി ഇരിക്കുന്നതാണെങ്കിലും പാലക്കാടൊക്കെ എനിക്കറിയാവുന്ന സ്ഥലം. ഞാൻ പാലക്കാട് എന്റെ മോൻ അവിടെയായിരുന്നു. എന്റെ മോനെ പോലെ ഞാൻ ആ കുഞ്ഞിനെ കണക്കാക്കണം സാറേ. എന്റെ കുഞ്ഞ് വണ്ടി ആക്സിഡന്റ് മരിച്ചു പോയതാ സാറേ. എന്റെ ഒരു മകനെ പോലെ ഞാൻ കണക്കാം. എനിക്ക് 72 വയസ്സായ തള്ളയാണ് ഞാൻ. എനിക്ക് അവന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം വരും. ഞാൻ ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നുണ്ട്. അങ്ങനെ എല്ലാ മനുഷ്യരും പറയണത് ഞാൻ മുക്കാലും ഞാൻ കേൾക്കുന്നുണ്ട്. ഈ ചെന്നത്തലയും സതീശനൊക്കെ പറയുമ്പോൾ ഞാൻ ഫോൺ കട്ടാക്കുക. എനിക്കിഷ്ടമല്ല അവിടെ കാണാൻ. ഇവനെ പ്രേമിച്ചെന്ന് പറഞ്ഞ അക്കടെയൊക്കെ മുഖത്തുമൊക്കെ ഒരു ചവിട്ടിന് വെച്ചു കൊടുക്കാൻ തോന്നുന്നു. ഈ ചെറുക്കന്റെ മുഖത്ത് നോക്കിയാൽ മതിയല്ലോ. അവനോട് സാറ് പറഞ്ഞു സാറേ, അവന് ചാനൽ കാണിച്ചു കൊടുക്കും. ഞങ്ങളെല്ലാം ഇങ്ങനെ പറയാം. അവന്റെ ഭാവി നഷ്ടപ്പെടാതെ അവന്റെ അമ്മയ്ക്ക് എന്ത് സങ്കടമുണ്ട്. അത് കാരണം സാറേ ഞാൻ പറയുന്നത് എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. എനിക്ക് അവന്മാരെയൊന്നും എന്റെ കണ്ണിന് പോലും കാണരുത്. ആ സിനിമാ നടികളെയൊക്കെ ഇനി കാണുമ്പോൾ ഞാൻ കട്ടാക്കുവാണ്.
നല്ലൊരു വിഷമത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതിൽ ഞാൻ എന്നും തന്നെ കാണുന്നില്ല. 3-4 പ്രാവശ്യം അല്ല ഞാൻ 10 മണി കഴിഞ്ഞാൽ ഞാൻ പ്രാർത്ഥന കഴിഞ്ഞാൽ ഞാൻ കിടക്കാൻ പോകുമ്പോൾ ഇത് മൊത്തം ഞാൻ കണ്ടുകൊണ്ടായിരിക്കണത്. സാറ് കാണുന്നില്ല അല്ലേ രാഹുലിനെ? ഇല്ല, രാഹുലിനെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ആരും കണ്ടിട്ടില്ല സാറേ. ഈ പറഞ്ഞ മനുഷ്യരാരും കണ്ടിട്ടില്ല. അവനവന്റെ കുഞ്ഞുങ്ങളോടുള്ള സ്നേഹം വെച്ച് അവൻ നശിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം. ഞാൻ ഇഷ്ടം പോലെ പള്ളിയിൽ വഴിപാട് കഴിച്ചു, പെരുന്നാളിന് പോയി കഴിച്ചു, ഞാൻ പോയ പള്ളിയിലൊക്കെ കഴിച്ചു. ഞാൻ കോതങ്കലം പള്ളിയിൽ ഞാൻ അവന് വാവയുടെ താത്തപ്പെരുന്നാളിന് ഒരു അവന്റെ പേർക്ക് നടത്തേക്കാൻ ഞാൻ കണ്ണീരുവിന് 3-ാം തീയതി പോകുമ്പോൾ അതും കൂടെ ഞാൻ നടത്താനിരിക്കണതാണ്. അവൻ എങ്ങനെയെങ്കിലും അവനെ പിന്നെ ഞാൻ കേട്ട് മടുക്കുമ്പോൾ ഞാൻ ഓർക്കും ദൈവം അവനെ രക്ഷിക്കട്ടെ, അല്ലാതെ നമ്മൾ എന്നാ ചെയ്യണേന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ ദൈവം നമ്മളെ രക്ഷിക്കും. പക്ഷെ അവന്റെ മനസ്സ് നല്ലതായി, നല്ല മനസ്സുള്ള അവനെ നശിക്കാതെ സാറിന്റെ ചാനലിൽ എന്തോരം മനുഷ്യർ അവന് വേണ്ടി ഇത് പറയുന്നുണ്ട്. എന്തോരം മനുഷ്യരെ ഞാൻ സർവ്വതും കേൾക്കുന്നുണ്ട്. ഇന്ന സ്ഥലത്തുനിന്ന് എല്ലാം വിളിക്കുന്നത്, പാലക്കാട് അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം വിളിച്ച് പറയുന്നത്. ഞാൻ കണ്ണൂരിന്ന് അങ്ങനെ ഒരു പൊറരാജ്യത്ത് എല്ലാം വിളിച്ച് പറയുന്നുണ്ട്. അവൻ നശിക്കാതെ പറയുന്നുണ്ട്. ആ ചെറുക്കനത് മനസ്സിലാക്കാതെ ചെറുക്കാന്ന് വിളിക്കാൻ പറ്റിയല്ലേ, MLA അല്ലേ, നല്ല അറിവും തിരിവുള്ള ഒരു മകനല്ലേ, ധൈര്യമായിട്ട് വിളിക്കാം. എന്റെ ഒരു മകൻ മരിച്ചുപോയി, എന്റെ മക്കൾ 2 മരിച്ചുപോയി. എന്റെ മകനെ കാണുമ്പോൾ ഞാൻ ആ രാഹുലിനെ കാണുന്ന എനിക്ക് അത്രയ്ക്ക് സന്തോഷം. അവന്റെ മുഖത്തൊക്കെ എത്ര വെളിച്ചമുണ്ട്. ആ പെണ്ണുങ്ങളെയൊക്കെ എന്തിനു കൊള്ളാം. ഇവന് ഈ ചെന്നത്തലേനെ ഈ സതീശിനൊക്കെ അല്ല, അവന്റെ ഒപ്പം മുഖത്തേക്ക് നോക്കി അടിക്കാൻ തുടങ്ങും. കണ്ടു കിട്ടിയ ചവിട്ട് കൊടുക്കാറുണ്ട്. അത്രയും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. സത്യത്തിൽ ഒന്നും കേൾക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷത്തിലാണ് പോവുക. ഇത്രയും ആത്മാർത്ഥമായിട്ട് കാല് പിടിക്കും പോലെ ഈ ജനപ്രതിനിധികൾ പറയുമ്പോൾ അദ്ദേഹം പ്രതികരിച്ചെന്ന് പറയണ്ടേ. എനിക്ക് ഇന്നതാളുണ്ട്, ഇയാള് ഹൃദയത്തിൽ കോൺഗ്രസ് ആണെങ്കിൽ കോൺഗ്രസിനോട് അനുബന്ധിച്ചതിന് പാർട്ടി ഉണ്ടാക്കില്ല. എന്താ ഇയാൾക്ക്? അദ്ദേഹത്തിന് പാർട്ടി ഉണ്ടാക്കിക്കൂടെ? ഞാൻ കണ്ടില്ല. ഒരുപാട് ചാനലുകളുണ്ട്. എന്തിനാ ഞാനൊന്നും കാണാനും കേൾക്കാനും പോകുന്നില്ല. ഇപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സതീശന്റെ പോസ്റ്ററാണ് കാണുന്നത് ഇതിന്റെ മുന്നിൽ. കാണുമ്പോൾ തിരിച്ചു വെക്കാനെന്ന് തോന്നുന്നു. പിന്നെ പ്രക്ഷോഭം ഉണ്ടാകാൻ ചോദിച്ചും ഉണ്ടായിരിക്കുക. എൻ്റെ പഞ്ചായത്തിന് മുസ്ലിം ലീഗാണ് ഭരിക്കുന്നത്. 52 കൊല്ലത്തിന് ശേഷം മുസ്ലിം ലീഗാണ് പഞ്ചായത്ത് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ വെറും പൈസ, പ്രതാപം അതന്നെയുള്ള പ്രശസ്തിയുള്ളൂ. അത് അങ്ങേര് മനസ്സിലാക്കണം. ഷാഫി പറമ്പിലാരാ? ഷാഫി പറമ്പിലേക്ക് ഒരുപാട് ആൾക്കാർ കുറ്റാടിയിൽ നിന്ന് വടകരയിൽ നിന്ന് ജയിച്ച് ഷാഫി പറമ്പിൽ തലമ കയറ്റാൻ പറ്റുമോ? അദ്ദേഹത്തിന്റെ ഇതുണ്ട്. പിന്നെ ബാക്കിയുള്ളവരില്ലേ, ചാണ്ടിയമ്മനുണ്ട്, ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഇവരാർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു സാറേ? ഈ ലോകത്തിന്റെ ശരിയായ രാഷ്ട്രീയം കണ്ട് മനസ്സിലാക്കാനുള്ള കഴിവ് വേണ്ടേ? അതല്ലേ വേണ്ടത്? സാർ ഇത്രയും പ്രയത്നിച്ച് എത്ര കാര്യങ്ങൾ പറയുന്നു. ജനലക്ഷങ്ങൾ സാറിൻ്റെ കൂടെ ഉണ്ട്. എന്നിട്ട് ഇതിനു വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു പാർട്ടി നേതാവായിട്ട് ഇയാൾ ഇരിക്കുന്നത് എന്താ? അപ്പോൾ മനുഷ്യനൊരു ഇതുണ്ടല്ലോ, നമ്മൾ പിന്നെ എന്താ അടുപ്പ് കേൾക്കുന്ന ഇത് കൊണ്ട് വിറക് കൊണ്ട് തല ചൊറിയുന്ന മാതിരി ഉള്ള ഇതാണ്. സാർ എത്ര പ്രയത്നിക്കുന്നുണ്ട് സാർ. ഇന്നിപ്പം പറഞ്ഞ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അതിനോട് അനുബന്ധിച്ചുകൊണ്ട് സാറിനോട് ഞാൻ റിപ്ലൈ ചെയ്യുന്നത്. അദ്ദേഹത്തിന് മനസ്സിലാക്കിക്കൂടെ എന്താന്നുള്ളത്? അദ്ദേഹം ഇനി ആരാ? VD സതീശനോ അല്ലെങ്കിലും മറ്റേ മുരളീധരനോ അല്ലെങ്കിൽ മറ്റേ കൂടെ പോകാന്ന് ചെന്നിത്തലേൻ്റെ കൂടെയൊക്കെ? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബെബെ എന്ന് പറയുന്ന AK ആന്റണി, ഇവരൊക്കെയാണ് രാഷ്ട്രീയ നേതാക്കൾ. സുധീറുണ്ട്, അയാൾ മദ്യത്തിനെതിരായിട്ട് നിന്ന്. പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ, അങ്ങനെ കുറെ കടന്നപ്പള്ളി, മറ്റേ രാമേന്ദ്രന്മാർ, ഒരുപാട് രാമേന്ദ്രന്മാരുണ്ട്. ഈ രാമേന്ദ്രന്മാരൊക്കെ എടുത്തെറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു സത്യത്തിൽ. ശശീന്ദ്രൻ, ഇതൊക്കെ ആരാധന എൻ്റെ ഇതിൽ പെട്ടതാ. ശശീന്ദ്രൻ MLA ഒക്കെ ഇപ്പോൾ മറ്റേ ഇയാൾ വന്നിരിക്കുന്നു, മറ്റേ നമ്മളെ ബേപ്പൂര് നിയാസിനെതിരായിട്ട്. അവനൊക്കെ എന്തിനാ നിൽക്കുന്നത്? രണ്ടാൾക്കും ഒരു ഷർട്ടിൻ്റെ അളവോ കാര്യങ്ങളില്ലാത്തൊരു സംഗതിയ. രണ്ടും കണ്ടാൽ തന്നെ മനുഷ്യനെ കണ്ടാൽ ഒരു തൃപ്തികരം വേണ്ടേ? അതില്ലാത്തൊരു സ്വാധീന ശക്തി ഇല്ലാത്ത ഒരാളാണ് ഇവരൊക്കെ. സത്യത്തിൽ സാറ് ചെയ്യുന്നത്, സാറ് അടിയന്തരം വേണ്ടി പറഞ്ഞു കഴിഞ്ഞില്ല. സാറ് നിൽക്ക് സാറേ മുന്നോട്ട്, ഞങ്ങളുടെ ജനലക്ഷങ്ങളുണ്ട്. ഇയാൾക്ക് വരാൻ പറ്റില്ല. ഇതിങ്ങനെ കാല് പിടിച്ച് ഇത് പറഞ്ഞ് ഇത്രയും കാലങ്ങൾ പറഞ്ഞ് പിന്നെയും നിൽക്കാത്ത ആളോട് എന്ത് പറയാനാ? അങ്ങനത്തെ ഒരു മനുഷ്യനെ എന്തിനു സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം? എന്താ ആവശ്യം നമുക്ക് അയാൾ മുന്നോട്ട് ഇറങ്ങി വരിക. ഞാൻ എന്ന് വെച്ചോളാം, പരപുരം നിൽക്കാം, ഞാൻ പാലക്കാട് നിൽക്കാം എന്ന് പറഞ്ഞ് കോഴിക്കോട് വന്ന് എല്ലാ സ്ഥലത്തും അയാൾക്ക് സ്വീകരണം കൊടുക്കും. ഒരാളാണെങ്കിൽ ഒരാൾ സ്വീകരണം കൊടുത്താൽ പോരെ? 10,000 ആൾക്കാർ വേണ്ടല്ലോ. സാറ് വേണ്ട പോലെ ചെയ്യും. മനസ്സ് മാറട്ടെ എന്ന ഒരു പ്രാർത്ഥനയോട് കൂടി നിർത്തുന്നു. പറഞ്ഞൊരു സത്യാവസ്ഥ തുറന്ന പറയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ എടുത്തു കഴിഞ്ഞാൽ
ഈ വെടീശന് യവന് ജയിക്കണമെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിലെടുക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം. എടുത്തില്ലെങ്കിൽ ഈ വെടീശൻ തോറ്റ് തുന്നം പടന്നുള്ള ഒരു സംശയമുണ്ട്. അപ്പൊ എത്ര യാത്ര നടത്തിയാലും ശരി തന്നെ ഈ ചെറുക്കൻ്റെ ഉള്ള ഒരു സ്നേഹം കൊണ്ടാണ് ഈ യൂത്ത് കോൺഗ്രസിലുള്ള യുവാക്കളെല്ലാം നിൽക്കുന്നത്. അല്ല ഇവന്റെ കയറിയ കണ്ടോണ്ടൊന്നും അല്ല. ഇവനെ എടുക്കാതെ ഇവൻ പറവൂരിൽ മത്സരിക്കാൻ നിൽക്കുമെങ്കിൽ താരകേശ്വരിയെ അവിടെ കൊണ്ട് നമ്മൾ വരും. അവളെയും കൊണ്ട് അവിടെ മത്സരിപ്പിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അവിടെ നിർത്തുക. ഇവന്റെ എല്ലാ കള്ളവും പൊളിച്ച് ഇവന്റെ കയറി നാറിയുടെ ഇവന്റെ കേക്കച്ചെടി ഇവന്റെ എല്ലാ രീതികളും നമ്മളവിടെ പൊളിച്ച് കാണിച്ചിരിക്കും. ഉറപ്പാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിന് തിരിച്ചെടുത്ത് പാർട്ടിയിൽ കൊണ്ടുവന്ന് ഏത് മണ്ഡലത്തിലൊരു സ്ഥാനം കൊടുത്താലും മതി, ഒരു കുഴപ്പമൊന്നുമില്ല. പാലക്കാട് തന്നെ കൊടുക്കണമെന്നില്ല. പാലക്കാടല്ല എവിടെ നിന്നാലും രാഹുൽ മാങ്കൂട്ടം സ്വതന്ത്രനായിട്ട് ഒരു പാർട്ടി ഉണ്ടാക്കുന്നുണ്ടെന്നും ജയിക്കും. അല്ല ഈ കേക്കച്ചനെ പോലെ ഒന്നും അല്ലല്ലേ, അയാൾ എവിടെ പോയി നിന്നാലും ജയിക്കുന്ന ഒരു വ്യക്തിയാണ്. കേക്കച്ചൻ ആർക്ക് കുറെ പഴന്തുണി കുറെ ഇതും കൊണ്ട് നടക്കില്ലേ പൈ. അല്ല രാഹുൽ മാങ്കൂട്ടത്തിനെ ആരാ സ്നേഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ ഈ ഈ ഈ കേരളത്തിൽ ആരെങ്കിലും ഉണ്ടോ? രാഹുൽ ഇടത് വലത് ഭേദമന്യേ എല്ലാവരും അവനെ സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെയല്ല ഈ കേക്കച്ചൻ എവിടെ ഇരിക്കുന്നത് പിന്തുണ. ഇവ എങ്ങനെയൊക്കെയോ അവിടെ അങ്ങ് ജീവിച്ച് പോന്നുള്ളേ ഉള്ളൂ ഈ തേങ്കണി കേക്കച്ചൻ. കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഈ കേക്കച്ചനെ ഒരു കാരണവശാലും മുഖ്യമന്ത്രിയാവരുത്. ആ പിണറായി വിജയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് അവൻ മുഖ്യമന്ത്രി ആവാൻ പോകുന്നത്. കെ സുധാകരൻ സാറുണ്ടല്ലോ, അയാളെ മുഖ്യമന്ത്രിയാക്കണം. അതാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം. കേക്കച്ചൻ ജയിക്കൂല. അഥവാ ജയിച്ചു കഴിഞ്ഞാൽ വല്ല തൊഴിൽ വകുപ്പോ അല്ലെ വനം വകുപ്പോ കാണാൻ കൊടുത്ത് ഇവനെ സൈഡിൽ ഒതുക്കി ഇരുത്തണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു അഭിപ്രായം. ഞാൻ എറണാകുളത്ത് നിന്നാണ്. 4-ാം തീയതി സാറ് പറഞ്ഞ ആശയങ്ങൾ മുഴുവനും ഞാൻ 2-3 ആഴ്ചക്ക് മുമ്പേ ആലോചിച്ച കാര്യങ്ങളായിരുന്നു. ഇവിടെ രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കണം. അത് ഏറ്റവും അവസാന കാലത്ത് ഇനി നോമിനേഷൻ നാളെ മുതൽ കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു സമയം വരുമ്പോൾ നേരെ തന്നെ കേക്കച്ചൻ്റെ അവിടെ പോയി നിൽക്കുക. തീർച്ചയായിട്ടും രാഹുൽ അവിടെ ജയിക്കും. കാരണം ട്രെൻഡ് അതാണ്. അപ്പൊ കേക്കച്ചൻ ഇതിനകത്ത് നമുക്ക് ഔട്ടാക്കാനും പറ്റും. ആ പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെ കേക്കച്ചൻ വിലയില്ലാണ്ട് പോകും. രാഹുൽ കയറി നിൽക്കും. ഞാൻ വിചാരിച്ച കാര്യങ്ങൾ തന്നെയാണ് സാർ പറഞ്ഞതും. ഒരു പാർട്ടി, ഒരു സ്വതന്ത്ര കോൺഗ്രസ് പാർട്ടി ഉണ്ടാക്കുക. ഇവര് ഈ കുഴൽനാടനെയും പിന്നെ റാഫിനോടൊക്കെ കൂടി ആലോചിച്ചിട്ട് അവിടെയുള്ള ചെറുപ്പക്കാരെ മുഴുവനും കൂടി എടുത്തുകൊണ്ട് അവരൊരു ഗ്യാങ് ആയിട്ട് ഒരു പാർട്ടി രൂപീകരിച്ചിട്ട് അതിനകത്ത് നിൽക്കട്ടെ എല്ലാവരും. അല്ലാത്ത സ്ഥലത്തൊക്കെ നല്ല ചുറുചുറുക്കുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് നമ്മുടെ എല്ലാ കേരളത്തിന്റെ എല്ലാ ജില്ലയിലും കൊണ്ടു നിർത്തുക നോമിനേഷൻ കൊടുത്തിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും അവർക്ക് കോൺഗ്രസിൽ തന്നെ 2 പാർട്ടി ഇഗ്നസ്റ്റ് ആയിട്ട് ഒരു പാർട്ടി വരുമല്ല. അതിനകത്ത് ബലം കിട്ടണ എപ്പോഴും രാഹുലുള്ള പാർട്ടി മാത്രമേ ബലമായിട്ട് വരുള്ളൂ. കേക്കച്ചനൊക്കെ അതിനകത്ത് വെറുതെ നിസാര പാർട്ടിയായിട്ട് പോവുകയും ചെയ്യും. കേക്കച്ചൻ നിൽക്കുന്നിടത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കേക്കച്ചൻ എന്താ വിലയുള്ളത്? രാഹുൽ അവിടെ തന്നെ നിന്ന് ജയിക്കണം. അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കുക. എവിടെയെങ്കിലും ഒരു പറ്റിയ സ്ഥലത്ത് നല്ലൊരു ചാൻസ് നോക്കിയിട്ട് സാറ് നിൽക്കണം. ഇല്ല, നമുക്ക് അതിനൊന്നും താല്പര്യവും സമയമുള്ള ആളുകളല്ല. സാറിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. സാർ എനിക്ക് തന്നെ പേടിയാവും സാറിന്റെ വർത്തമാനം കേൾക്കുമ്പോൾ. എന്റെ ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും ജീവനിൽ ഭയം ഇല്ലേ എന്നോർത്ത് പോകും ഞാൻ. പക്ഷെ അങ്ങനെയൊക്കെ അത്രക്കും ചങ്കുറ്റത്തോടുകൂടി ഇതിനു വേണ്ടി ഇറങ്ങിയേക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ എവിടെയെങ്കിലും നിൽക്കണമെന്ന്. എന്നിട്ട് ആ പ്രസ്ഥാനം നമുക്ക് വളർത്തിക്കൊണ്ടുവരാം. അങ്ങനെ പറഞ്ഞതിന് തങ്ങളുടെ ഒരു അഭിപ്രായത്തിന് നന്ദി. പക്ഷേ നമ്മളുടെ മാർഗം അതല്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ അത് മീഡിയ പേഴ്സൺ നമ്മളിത് തുറന്നു കാണിക്കുന്നു, ശബ്ദമില്ലാത്തവരുടെ നാവായി മാറുന്നു. അത് ഓരോ സമയങ്ങളിൽ നമ്മൾ അത് ആ കർത്തവ്യം ചെയ്തു പോകുന്നു എന്നത് മാത്രം. അന്നേരം ഇപ്പോൾ ഈ നിലവിൽ ഇപ്പോൾ ഈ ഒരു വിഷയമാണുള്ളത്. നാളെ ഇതിനേക്കാളും മറ്റൊരു ഇഷ്യൂ വരും. അന്നേരം അതിനുവേണ്ടി നമ്മൾ നിലകൊള്ളും. അന്നേരം ഇതാണ് നമ്മളുടെ ഒരു ദൗത്യം. അന്നേരം നമ്മൾ അതിനകത്ത് ഒരു ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് അതിൻ്റെ ഒരു ഭാഗമായി നമ്മൾ വഴിവിരിഞ്ഞ് പോകത്തില്ല. കൃത്യമായി നമുക്കൊരു ഫോക്കസ് ഉണ്ട്. അന്നേരം പറഞ്ഞതിന് വളരെ നന്ദി. താങ്ക് യു. അല്ല സാർ, ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞേക്കട്ടെ. രാഹുല് ഇപ്പൊ നിൽക്കാൻ പോണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പം കേക്കച്ചൻ എന്തെങ്കിലും കാണിച്ചവൻ രാഹുലിനെ ഒതുക്കും. അപ്പൊ അത് വേണ്ട. ലാസ്റ്റ് നോമിനേഷൻ സമയത്ത് വേറെ എങ്ങും പാലക്കാടൊന്നും പോയി നിൽക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. കേക്കച്ചൻ്റെ അവിടെ തന്നെ പോയി നിൽക്കണം. അവിടെ BJP കമ്മ്യൂണിസ്റ്റ് ആര് വേണമെങ്കിലും ജയിക്കട്ടെ. കേക്കച്ചന്റെ എതിർ പാർട്ടിയായിട്ട് നിന്നുണ്ടെങ്കിൽ അവർ രണ്ടുപേരും തോക്കും. എന്നാലും വേണ്ടൂല, രണ്ടുപേരും തോറ്റില്ലേ. കേക്കച്ചനെ തോപ്പിക്കണം, അത്രേ ഉള്ളൂ നമുക്ക് ആവശ്യം. അതിന് രാഹുൽ അങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല. രാഹുൽ അങ്ങനത്തെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാൻ പഠിച്ചിരുന്ന സ്ഥിതി ഇതനുസരിച്ചിട്ട് രാഹുൽ അത് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ പൊയ്ക്കോളും. എൻ്റെ പേര് രാധാകൃഷ്ണൻ. ആലപ്പുഴ ജില്ലയിൽ പയ്യന്നൂർ എന്നുള്ള സ്ഥലത്ത് നിന്നാണ് വിളിക്കുന്നത്. നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ കേക്കച്ചനും
ഈ മുരളിയും ചെന്നിത്തല എല്ലാം കൂടി അവഗണിച്ചുകൊണ്ടിരിക്കുക, നിരന്തരം കേസുകൾ പൊക്കിക്കൊണ്ടിരിക്കുക. ഇതിന് എതിരെ പ്രതികരിക്കണം. രാഹുൽ മാങ്കൂട്ടൻ രംഗത്തോട്ട് വരണം. രംഗത്ത് വന്ന് സംസാരിച്ചെങ്കിൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവർക്കൊരു ഞങ്ങൾ പറയുന്നതിന് ഒരു പരിഗണനയാകത്തുള്ളൂ. തെറ്റുപറ്റാത്ത ആരുണ്ട്? ഈ കേക്കച്ചന് നടന്നില്ലേ അവിടെ എറണാകുളത്ത്? അവളെ കയറി ഉണ്ടാക്കിയിട്ട് നടന്നില്ലേ? KC വേണുഗോപാൽ നടന്നില്ലേ? ഉമ്മൻചാണ്ടിയെ കുറിച്ച് ഈ കേക്കച്ചൻ എന്താ പറഞ്ഞത്? ഉമ്മൻചാണ്ടി പീഡിപ്പിച്ചെന്ന് അവൻ പ്രസംഗിച്ച് നടന്നില്ലേ? മുരളീധരൻ പ്രസംഗിച്ച് നടന്നില്ലേ? ഇപ്പൊ ഒരുത്തേണ്ട പറഞ്ഞു കിടക്കുന്നത് അവളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാനൊന്നും ഒരു അവകാശവും ഇല്ല. രമേശ് ചെന്നിത്തല പോയെന്ന് അവിടെ കാലേ തൊഴാന്. അപ്പൊ ഇവന്മാരെല്ലാം കൂടി കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ പ്രതികരിക്കണം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പൊ ഇതാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് രംഗത്തിറങ്ങി പ്രതികരിക്കണം. അല്ലെങ്കിൽ ജനങ്ങളുടെ ഇടയിൽ എപ്പോഴും വേണ്ട, ഇടയ്ക്കൊന്ന് തല കാണിച്ച് 2 പ്രസ്താവന കൊടുത്താൽ മതി. ഞങ്ങളെ പോലുള്ള ജനങ്ങൾക്ക് ഒരു ആശ്വാസമാവും. ഈ സതീശന് ഇവനെ എന്ത് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. പന്നനെ ഒരു കൊച്ചു ചെറുക്കനെ ഇട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഉപദ്രവിക്കുന്നത് എന്തിനാ? ഈ സാമാനൊന്നും എല്ലാവർക്കും ഉള്ളതല്ലേ? ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഈ സാമാനം? ഇമാരെല്ലാം കയറി ഇറങ്ങിയതല്ലേ? എനിക്ക് സതീശനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ കിട്ടിയെങ്കിൽ ഞാനൊരു മൂത്ത് നോക്കി ചോദിച്ചേനെ. ഇവനെ ആദ്യം വലിച്ചിറക്കണം സാറേ, ഈ ഇതിന്ന് വലിച്ചിറക്കണം. ഇവനെ ആരും വെച്ചോണ്ടിരിക്കരുത്. ഇവനെ പെണ്ണുങ്ങളെ കണ്ടോണ്ട് ഇവ ഇങ്ങനെ കൂടാതെ എന്തിന് ഒരു നല്ലൊരു പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം, ഇവൻ ഈ മരവാഴകൾ കയറി ഇങ്ങനെ നശിപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് ഓർക്കുമ്പോഴേ സങ്കടം സഹിക്കാൻ വയ്യാതെ. ഇതിന് ആർക്ക് എന്തോ പറയേണ്ടതെന്ന് നമുക്കറിയാൻ വയ്യാതെ പോയില്ലേ ഇവനെയൊക്കെ. എനിക്കൊന്ന് കിട്ടിയെങ്കിൽ ഞാൻ 3-4 ചോദ്യം ചോദിച്ചു തന്നെയായിരുന്നു ഇവനെ. ഇത് നോക്കിക്കോ, ഈ ഇലക്ഷൻ വരെ ഇങ്ങനെ 5-6 പെണ്ണുങ്ങളും ഇങ്ങോട്ട് ഇറങ്ങി അരച്ച് നാറ്റിച്ച് ഇലക്ഷൻ വരെ ഇങ്ങനെ കൊണ്ടിട്ടേക്കാനാണ് ഇത്. അല്ല ഒന്നുമില്ല. ഇതിപ്പോ ഈ കോൺഗ്രസ് ഈ കമ്മ്യൂണിസ്റ്റുകാരന്മാരുടെ ഇവന് സപ്പോർട്ട്, ഈ സതീശന് സപ്പോർട്ട്. സത്യം പറഞ്ഞ സാറ് ഈ ITI ന്യൂസ് ഇല്ലായിരുന്നെങ്കിൽ ഈ ചെറുക്കൻ എന്നെ ആത്മഹത്യ ചെയ്തു പോയാനെ. സത്യം പറഞ്ഞ ഇത്രയൊക്കെ വേണോ? എന്ത് ആ തള്ളയുടെ ആ ഒരു സങ്കടം ഒന്ന് നോക്ക്. ഇതുകൊണ്ട് ഈ ലോകം അറിഞ്ഞത് സാറിന്റെ ഈ ചാനൽ വഴിയാണ് ലോകം സത്യം പറഞ്ഞ അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഇവനെ ഇങ്ങനെ തട്ടി അവസാനം ഒരു കോഴിയാന്നും പറഞ്ഞ കൂട്ടിലാൻ തേർത്തിയാനെ. ഈ പെണ്ണുങ്ങൾക്ക് നാളെ കൊടുക്കൂലേ? പെണ്ണുങ്ങളെ വില കൂടെ കളയാനായിട്ട് കുറെ. എനിക്ക് അങ്ങ് എടുത്ത് രാവിലെ മുതലങ്ങ് വരും. എനിക്ക് ഇവിടെയൊക്കെ എന്റെ കൈ കിട്ടിയ ഞാൻ കൊടുത്തേനെ. ഞാൻ പെണ്ണാന്നും പറഞ്ഞിരിക്കുന്ന എന്തിനാ? ഇവിടെയൊക്കെ ചൂടുവെള്ളം കോരി ഒഴിക്കണം. എന്റെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നെങ്കിൽ ഞാനതാ ചിന്തിക്കുന്നത്. ഇവിടെയൊക്കെ പെണ്ണാന്ന് ഇവിളൊക്കെ പണ്ട് നടന്ന കാര്യങ്ങൾ പൊക്കി പിടിച്ച് നാളെ ലജ്ജയില്ലേ ഇവളുമാർക്ക്? പെണ്ണുങ്ങളുടെ വിലയും കൂടെ കഴിയുകയോ ചെയ്യും. ഇത് കേൾക്കാൻ പോലീസ് നിൽക്കുന്നല്ലോ, ഇത് കേൾക്കാൻ മാധ്യമങ്ങൾ കോലും പിടിച്ചിരിക്കുന്നല്ലോ. ഈ മാധ്യമത്തിൽ ഒരുത്തനെങ്കിലും ഉണ്ടോ ഈ കോലിട്ട് കറക്കാൻ പോകാത്തത്? സത്യസന്ധമായി നടക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടോ ഈ കോലും പിടിച്ച് അവന്റെ തീവ്രത ഇളക്കാൻ നടക്കുന്നേ? നാണമാനമില്ലേ ഇവനൊക്കെ? ദൈവം കൊടുത്ത അവയവങ്ങൾ, ലൈംഗിക അവയവങ്ങൾ, അത് പരിശുദ്ധിയോടെ കൊണ്ടു കിടക്കാൻ ദൈവം കൊടുത്തതാ. ഇത് ഗർഭിണിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതിനകത്ത് എന്തോ ഇരിക്കുന്നത്? ഗർഭിണിയാവുന്ന അവയവങ്ങളെ ദൈവം കൊടുത്തിരിക്കുന്നു സ്ത്രീക്ക്. ഇത് ഇത്ര പ്രത്യേകത. എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇവളെയൊക്കെ കീറി വെച്ചേനെ. എനിക്ക് അത്രയ്ക്ക് പെരുപ്പ് കയറി വരികയാണ് ഇവളെയൊക്കെ. നാണക്കേട് എന്ത് പോയത്? ആ ഒരു ചെറുക്കന്റെ ഭാവി നശിച്ചു പോയില്ലയോ എന്ന് സത്യം പറഞ്ഞാൽ. ചെറുക്കന് ജീവിതത്തിൽ എവിടെ ചെന്നാലും എങ്ങനെ വന്നാലും ഇവനെ ഈ ഒരു കണ്ണും കൊണ്ടില്ലേ മനുഷ്യർ നോക്കുന്നു. ഒരു കൊച്ചു ചെറുക്കനല്ലേ അവൻ? ഈ പുതുക്കന്മാരും കളവന്മാരും എല്ലാം ഇരുന്ന് എന്തോ ഒരു ബന്ധം കണ്ടതാ നമ്മൾ ഇതൊക്കെ. ഇവനൊക്കെ ഇത്ര പ്രായമായിട്ട് ഇവന്റെ കോമരന്മാർ കയറി ഇരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞോണ്ട് കുറെ ചാനലുകളും പറഞ്ഞ നല്ലൊരു കോൺഗ്രസ്, നമ്മളൊക്കെ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരാ. ഒരു പാർട്ടി നശിച്ചു പോകാൻ എന്തുമാത്രം ഉണ്ട്. ഈ സതീശനെ ഇറക്കി KCയുടെ ആ നമ്പർ ഒന്നാ ഞാനൊന്ന് വിളിക്കട്ടെ അവനെ. കപ്പ എന്തോന്നൊക്കെ ഇവനൊക്കെ കല്ലട വെക്കാനാണോ ഈ കോൺഗ്രസ് പ്രസ്ഥാനമൊക്കെ? ഇവനെയൊക്കെ വലിച്ചിറക്ക്. ഈ കൊച്ചു ചെറുക്കന്മാരെ കയറ്റി വെക്ക്. ഇവനെയൊക്കെ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം എങ്ങനെ നശിപ്പിക്കാൻ ഇവനെയൊക്കെ? ഈ സത്യം പറഞ്ഞാൽ എനിക്ക് അങ്ങനെ നാണമില്ലേ ഇവനൊക്കെ? പണ്ട് തുടങ്ങിയ ഒരു കോൺഗ്രസ് പ്രസ്ഥാനം സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടുകൊണ്ടുവന്ന ചെലവന്മാരെ 4 പേരുടെ കൈക്കകത്ത് ഇരുന്നോണ്ട് ഇത് കീറി ഇങ്ങനെ വെച്ചിട്ട് ആട്ടി കൊണ്ട് നടക്കുവോ ഇതിനൊക്കെ? ഇതിനൊക്കെ നിൽക്കുന്നതിന് സത്യം പറഞ്ഞാൽ എനിക്ക് 2-3 ദിവസം കൊണ്ട് എന്നെ തന്നെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് എനിക്ക് ഒരു കൊച്ചു ചെറുക്കനല്ലേ, അവൻ കല്യാണം കഴിക്കാത്ത ഒരു ചെറുക്കൻ. ഇതാരും ചെയ്യാത്തയാണോ സാറേ? ഇതൊന്നും ആരും കാണാത്തയും ചെയ്യാത്ത കാര്യങ്ങളാണോ? ഇവന് മാത്രമേ ഉള്ളൂ ഈ സമ്മാനം? ലജ്ജയില്ലേ നമുക്ക് കാണുമ്പോ? ഇത് എത്ര നാൾ കൊണ്ട് തുടങ്ങിയത്? ഇവിടെ കോലളക്കാനും തീവ്രത ഇളക്കാനും കുറെ. ലാലി അലക്സ് അല്ല, ശബരിമലയിലെ എല്ലാരും നാണ്ട് ഇറങ്ങി വരുന്നു. അതെ ഇറക്കി കൊണ്ടുവരുന്നതാണ്. എന്ത് സാറേ ഇവിടെ ചുമ്മാതെ ഇവരെ നമ്മളെയൊക്കെ കണ്ണിപ്പൊടിയിടാൻ വേണ്ടിട്ട് ഇവരെ പിടിച്ചോണ്ട് പോകും. കുറെ ദിവസം കഴിയുമ്പോ ഇവരെ എല്ലാം തുറന്നു വിടും. ഇതെന്തുവാ ഇത്? ഇവിടെ ഒരു നിയമവും ഇല്ല, ഒന്നുമില്ല. വേറെ സന്തോഷമുള്ള വേറൊരു കാര്യം കൂടെ ചെയ്തോണ്ടോ? എന്തുവാ? ബാർ ഇനി അടയ്ക്കുന്നേ ഇല്ല, കുടിച്ചവിടെ കിടക്കാം.
നല്ല കാര്യം. അല്ലേ? ആ ഉമ്മൻചാണ്ടി സാർ ഇരുന്നപ്പോ എല്ലാം നിർത്തലാക്കിക്കൊണ്ട് വന്നതാ. ഒടുവില് ഇവന്മാര് കേറി 10 വർഷം കൊണ്ട് മൊത്തം മുടിപ്പിച്ച് നശിപ്പിച്ച് നാറാണമാക്കി ഇട്ടേക്കുവോ. ഇത് എവിടെ പോയി നിൽക്കും ഇത്? ഇവന്മാര് എനിക്ക് തോന്നല്ലേ ഈ പ്രാവശ്യം ഇറങ്ങി പോകുന്നത്. ഇത്രയും ഈ കിഴങ്ങൻ സതീശനും ഇവനും ഒക്കെ ഞാൻ ഒന്ന് ഓർത്തു നോക്കി, കഴിവുകെട്ട ഈ നാറികൾ ഇരുന്നിട്ടല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്. ഒന്ന് ഇതിനെതിരെ പ്രതികരിക്കാൻ ഒരു സമരം നടത്താൻ ഇവന് ശേഷിയില്ല. അതുപോലെ തന്നെ ശബരിമലക്കുള്ള വിഷയത്തിൽ ഇയാളൊന്ന് വാ തുറക്കാൻ തുടങ്ങിയത് എന്തെങ്കിലും ഒന്ന് പറയുന്നത് നമുക്ക് അനുകൂലമായ കാര്യങ്ങളൊന്നും അല്ല, അല്ലാത്തത് പലതും. ശബരിമലക്കുള്ള വിഷയം, അതുപോലെ ഈ ബാറിന്റെ വിഷയം, അതുപോലെ തന്നെ ഇതാ സർക്കാരിന്റെ പണം എടുത്തിട്ട് ഇവന്റെ തെരഞ്ഞെടുപ്പ് പരസ്യങ്ങൾ കൊടുത്തേക്കുന്നുണ്ടോ? ലോകം മുഴുവൻ ഹോർഡിങ്ങുകളും വണ്ടികളിൽ പരസ്യം, പത്രങ്ങളിൽ പരസ്യം, കോടികളുടെ പരസ്യം. ഇത് സർക്കാരിന്റെ ഖജനാവിലെ പൈസ എടുത്തിട്ടാണ് ചെയ്യണം. ഇവൻ ഒരു സൈഡിൽ കൂടെ തേൻകണി യാത്ര എന്ന് പറഞ്ഞിട്ട് ഇവൻ നടക്കുകയാണ്, പിള്ളേർക്കിട്ട് പാരയും പണിഞ്ഞിട്ട്. ഈ ഇതിനെതിരെ പ്രതികരിക്കാൻ ഇവനൊന്നും എന്തെങ്കിലും ഒരു ഒന്നുമില്ല സാറേ. ഈ രാഹുലാണെ മിണ്ടുന്നുമില്ല. അതെന്താന്ന് ഞങ്ങൾക്കൊന്നും അറിയാൻ മേലാത്തത്. ഒന്നും മിണ്ടാതിരിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ? ഇതൊന്നും പറയുന്നില്ല. നമ്മൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എല്ലാത്തിനും ഉത്തരം. രാഹുൽ അനങ്ങൊന്നുമില്ല, ഒന്നുമില്ല. രാഹുൽ എവിടെങ്കിലും നിന്നായിരുന്ന വേണ്ടിയില്ലായിരുന്നു. ഈ പിള്ളേരെയൊക്കെ ഒന്ന് സെറ്റിൽമെന്റ് ചെയ്ത് കൊണ്ടുവരാനുള്ളതിന് ഈ കിളവനെ എല്ലാം കൂടെ പിടിച്ചോണ്ട് വന്ന് എന്തോ കാണിക്കാനേ നാട്ടിലെ. ഒരു കൊള്ളാത്ത ഒരു നാടായി പോയി നമ്മുടെ കേരളം. എന്തെങ്കിലും ഒരു നല്ല കാര്യം ഉണ്ടോ ഇവിടെ? വെളിയിൽ നിന്ന് വരുന്നവരെ റേപ്പ് ചെയ്യുന്നു, അല്ലാത്തതിനെ റേപ്പ് ചെയ്യുന്നു. എനിക്കാണെങ്കിൽ ഇപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസ് കാണുന്നേ ഇഷ്ടമല്ല. കാരണം വെച്ചാൽ നേരം വെളുത്ത മുഴുവൻ ചാവുന്നതും എവിടുന്നേലും പോകുന്നതും ഇതെല്ലാം ഇതിനകത്ത് വരുന്നത്. ഇത് കണ്ടു നമ്മുടെ മനസ്സും മടിച്ചു എന്തോ ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചു പോവുക. ഇതിനൊക്കെ എന്തോ ഒരു ലാസ്റ്റ് എന്തോ സംഭവിക്കുന്നത് ഒന്നും അറിയത്തില്ല. ഇപ്പൊ രാഹുല് പറഞ്ഞു കേട്ടോ, മറ്റേ ഈശ്വർ രാഹുല് ഇക്കാര്യം പറയുന്ന കേട്ടോ, ആ പുള്ളിക്കാരൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടല്ലേ ഇപ്പൊ പറഞ്ഞു വിടുന്നെന്ന്. അതുകൂടെ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങ് ആകെ ദേഷ്യം വന്നത്. രാവിലെ ചിലയിടത്തൊക്കെ ചിലത് പറയും, ചിലയിടത്തൊക്കെ അല്ലാത്ത. അത് തന്നെ, അവന്റെ മാമനോ ഒക്കെ അല്ലയോ ഇത്. അതുകൊണ്ട് അയാൾക്ക് സൈഡ് പറയുന്നു. സാറൊക്കെ ഇങ്ങനെയൊക്കെ വിടുന്നോണ്ട് കുറെക്കെങ്കിലും ഒരു ഇതുണ്ട്. അല്ലാതെ എന്തോ ഈ നാട്ടിൽ ആരെന്തോ പറയാനായിട്ടുണ്ട്. ഞാനിപ്പോ ഇവിടുന്നോട് പറയായിരുന്നു, ഈ ശബരിമല ഇങ്ങനെ കാണിക്കുക, എന്നാ അവരുടെ ആൾക്കാർ മൊത്തം ഒന്ന് ഇറങ്ങണ്ടേ? അവരുടെ ആൾക്കാർ സമരം ചെയ്യണം, ഇറങ്ങി. അവരുടെ ശബരിമലയല്ലേ, അവരെ സംരക്ഷിക്കണ്ടേ അതിനെ? പക്ഷെ ആരെന്ത് പറയുന്നു? ഒന്നുമില്ല. എല്ലായിടത്തും കയറിയിരിക്കുന്നു. ഇങ്ങനെ നമ്മൾ ആരെങ്കിലും ഒക്കെ 1-2 പേര് ഇങ്ങനെ പറയുന്നതോ എടുക്കുന്നതോ ഒക്കെ ഉണ്ട്, അല്ലാതെ ആരും ഒന്നിനുമില്ല. ഞാൻ നിങ്ങളെ ആദ്യമായിട്ട് അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ്, നമ്മുടെ ആ കെ സുധാകരനില്ലേ, ആ മനുഷ്യൻ ആഭ്യന്തരമന്ത്രിയായിട്ട് വരണം. നമ്മുടെ ഈ ശശി തരൂര് മുഖ്യമന്ത്രിയാകണം. നമ്മുടെ ഈ നാടൊന്ന് നന്നാകണം. നല്ല ആ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൻ, മറ്റേ രാഹുൽ മാക്കൂട്ടം, മറ്റേ ഇവരൊക്കെ ഉണ്ടല്ലോ, മാത്യു കുഴൽനാടൻ, ഈ പിള്ളേരൊക്കെ വരണം. നമ്മുടെ ഈ സ്പീക്കറുടെ മകനിലായിരുന്നോ പഴയ ആ മനുഷ്യനൊക്കെ ഈ നല്ല എങ്ങത്തും വരണ്ടേ. ഇനി നമുക്കൊന്നും അധികം ആയുസൊന്നുമില്ല, എപ്പോഴും തട്ടിപ്പോവും ഏത് സമയത്തും. ഈ ആയുസ് കുറഞ്ഞ കാലത്ത് നമ്മൾ എന്തിനാ, ആർക്ക് വേണ്ടിയിട്ടാണ്? നമ്മുടെ എല്ലാം മക്കള് വിദേശത്ത് പോയിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുക. അന്നേരം ഈ പിള്ളേരെയൊക്കെ നമ്മൾ തിരിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണ്ടേ? നമ്മുടെ നാട് നന്നാകണ്ടേ? ഈവന്മാരൊക്കെ എന്തിനാ ഈ CPM-ന്റെ കോണം കെട്ടി നടക്കുന്നത്? ഇതിനു വേണ്ടി നമ്മൾ ഒരിക്കലും എന്റെ മനസ്സ് ഞാൻ അറിഞ്ഞ് പറയുക, നിങ്ങൾ ഇതിനു വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നല്ല കേട്ടോ. നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കൊട്ടാരക്കര എന്നാ വിളിക്കുന്നത്. നമ്മുടെ പേര് ശശിധരൻ എന്നാ. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് എന്താണ് ഈ പരിപാടികൾ കാണിക്കുന്നത്? കോൺഗ്രസിലെ ഈ പിണറായിയുടെ ചെരുപ്പം നക്കിക്കൊണ്ട് ഇയാള് കാണിക്കുന്നത്. ഇത് ആർക്കും ഒരു പ്രതികരണമില്ലോ, കോൺഗ്രസ്സുകാർക്കന്മാർക്കൊന്നും ഒരു കുഴപ്പമില്ലോ, അതുകൊണ്ടല്ലേ ഇവനെ ചുമക്കുന്നത്. അല്ലെന്നേ, കോൺഗ്രസ്സുകാർ ഇവനെയൊക്കെ ഇവരെ ഈ സഭയിലിരിക്കുന്ന ഇവനെയൊക്കെ എന്ത് കാര്യത്തിനാ, ഇവനെയൊക്കെ എന്താ സാധിക്കാനാണ് ഇവനെയൊക്കെ എടുത്തു വച്ചിരിക്കുന്നത്? യവനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ നിർഗീയമായി ചെയ്യണം. ഈ കേക്കത്തിന്റെ ഇവനെ VD സതീശനെയൊക്കെ ഇവനൊക്കെ ചെയ്യുന്ന പറഞ്ഞാൽ ഇവനെ നിരന്തരമായിട്ട് അവനെ ആ മനഃപൂർവ്വമായിട്ട് ജനങ്ങൾ മനഃപൂർവ്വമായിട്ട് ഈ പ്രസ്ഥാനത്ത് നിന്ന് പോലും അവനെ തുടച്ചു മാറ്റണം. ആ രീതിയിൽ കൂടെയാണ് അവൻ ചെയ്യേണ്ടത്. കാരണം ഇവൻ സോപ്പ് ഇട്ട് കാര്യങ്ങളെ വെച്ചിട്ട് ഈ ജനങ്ങൾ, ഈ പാവപ്പെട്ട ഈ ചെറുക്കനെ ഇവൻ ഇത്രത്തോളം അവന്റെ ആ വാക്കുകൾ അവന്റെ കാര്യങ്ങളും കേട്ടാൽ തന്നെ ജനങ്ങൾക്ക് എന്തോ ഒരു പ്രതിനിധിത്വം ഉള്ളതാ. കാരണം അവന്റെ നിസ്സാര കാര്യം, അവനൊക്കെ പെണ്ണ് പിടിക്കുന്നില്ലേ? എവനൊക്കെ ആരാ? ഈ നമ്മുടെ ഈ മൻമോഹൻ ഉണ്ണിത്താനും മറ്റേ അവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ ശരിയായിട്ടുള്ള കാര്യങ്ങളാണ് കാണിച്ചിരിക്കുന്നുള്ളത്.
ഇവനൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളെ ഈ അവനെ പുറകോട്ടൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ. അവനെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തിന് രാഹുൽ മാങ്കൂട്ടത്തിലും നമ്മുടെ ഷാബി പറമ്പിലും ഇവരൊക്കെ ഇതിനകത്ത് അന്ന് വളർന്നു വരുന്ന പ്രായങ്ങളെ ചവിട്ടി താഴ്ത്തിക്കൊണ്ട് ഇയാൾ കാണിക്കുന്ന എന്തോ പരിപാടികളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. കാരണം ഇതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ചെറ്റപ്പണികളില്ലേ, ചെറ്റപ്പണികൾ കാണിക്കുന്നത്. ഇതിട്ട് കവർ വെച്ചിട്ട് തേച്ചുടച്ച ഇതും വസ്ത്രങ്ങളും ഇട്ടും കൊണ്ട് എന്തെല്ലാം ഈ പരിപാടികൾ ജനങ്ങളുടെ മുമ്പിൽ അവനെ എവിടെല്ലാം ഞങ്ങൾ IT ന്യൂസിലെ തീരെ ഞാനിത് കേട്ടോണ്ടിരിക്കുന്നൊരു കാര്യങ്ങൾ. ഞാനൊരു കോൺഗ്രസ്സുകാരന് ഈ ഒരു പരിപാടികൾ എന്തെല്ലാം പരിപാടികളാണ് ഇയാൾ ഈ കണക്കിക്കൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിട്ട് ഏതെല്ലാം പരിപാടികൾ ഇത്രയും രാഷ്ട്രീയ രംഗത്ത് ഏതെങ്കിലും ഈ വിലക്കയറ്റോ മറ്റേതെങ്കിലും സാധനത്തിന് ഇയാളൊരു നേതൃത്വം കൊടുത്തൊരു സമരമോ എന്തെങ്കിലും ആയിട്ടുണ്ടോ? അതേ സമയം ആ പിണറായിയെ ഒരു കണക്കിന് അവനെയൊക്കെ എന്തോ ഇതായിരുന്നേ ഇത്രയും ജനങ്ങളെ ആ ക്ഷേത്രത്തിന്റെ ഇതിലൊക്കെ പിടിച്ചിട്ടുന്നതിനൊക്കെ തന്നെ അവരെ സംരക്ഷിച്ച് കാണിക്കുന്ന ഓരോ കാര്യങ്ങൾ ആ കണക്കിന് അയാളെ സമ്മതിച്ചു കൊടുക്കണം തന്നെ. ഇത് നിസ്സാരപ്പെട്ട ഒരു പെണ്ണും മറ്റു കാര്യങ്ങളോ പിടിച്ച് അല്ലെങ്കിൽ മറ്റു രീതിയുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഓരോ കാര്യങ്ങൾ കാണിച്ചിട്ട് ഇത് ഈ ജനതനെ വേറെ ഇല്ലായ്മ ചെയ്ത് അവനെ നശിപ്പിക്കുന്ന ഒരു വേടിയല്ലേ കാണിക്കുന്നത്. ഞാൻ ഇവിടെ കോൺഗ്രസിന്റെ മറ്റു ഇതിന്റെ പ്രവർത്തനങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കും പോകുന്നൊരു കക്ഷിയാണ്. ഇവിടെ കൊട്ടാരക മണ്ഡലത്തിലെ ഇപ്പൊ അക്ഷയപ്പറ്റിയുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് 67 വയസ്സായി. ഞാൻ ജനിച്ചപ്പം മുതൽ കോൺഗ്രസ്സുകാരനായിട്ട് ജനിച്ചതാ. എന്റെ അപ്പനപ്പൂപ്പന്മാരൊക്കെ ആയിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇട്ടിട്ട് വേട്ടയാടുന്ന ഒരു ആ പ്രകൃതി അത് ശരിയല്ല. ഈ സണ്ണി ജോസഫിനൊന്നും യാത്ര ഗഡ്സ് ഇല്ല. ആ മനുഷ്യൻ പാവമാണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. നട്ടല് നിവൃത്തി ആ സുധാകര സാറായിരുന്നേ ഉള്ളൂ. ഇതെല്ലാം ആ മനുഷ്യനെ തിരിച്ച് നമുക്ക് ഈ പ്രതിപക്ഷ നേതാവായിട്ട് കൊണ്ടുവരണം. ഏതാ സുധാകരനെ. എന്നാലേ ഈ നാട് നന്നാവുള്ളൂ. ആ പിള്ളേരൊക്കെ കേറി വരട്ടെന്നെ. എന്നിട്ട് ആ പിള്ളേർക്ക് സപ്പോർട്ട് കൊടുക്കാനുള്ള ഈ കളവന്മാരെല്ലാം കൂടി ആ പാവങ്ങളെല്ലാം ചതിക്കുക. എന്നിട്ട് ഇവന്റെ പേരിൽ ഉള്ള കള്ളക്കേസ് ഉണ്ടാക്കുക. ഈ പെണ്ണുങ്ങളൊക്കെ ഒരു ഉടുപ്പ് വേണ്ട ഈ പെൺപിള്ളേർക്ക്. നമ്മളൊക്കെ എന്ത് മനുഷ്യനാ. അവനെ ചന്തി കഴുകുന്ന കൈ കൊണ്ടാ തിന്നുന്ന. എനിക്കത് കണ്ടപ്പോ തന്നെ എനിക്ക് അവന്റെ മണ്ടയ്ക്ക് കൊടുക്കാൻ തോന്നി. ആ പാവം രാഹുൽ ഗാന്ധിനെ പറ്റിച്ച് നടക്കുക.